ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഇന്ന് ഓണമാണ്. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഓണം സെലിബ്രേഷനൊക്കെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയ രീതിയിലുള്ളൊരു ആഘോഷമാണ് കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റ് കുറച്ച് സമയം ജനലൊക്കെ തുറന്നൊന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ചൂട് ഇച്ചിരി കുറവുള്ള ദിവസമായിരുന്നു കേട്ടോ. അതിനുശേഷം നേരെ കിച്ചണിലോട്ട് കയറി. ഇന്ന് കിച്ചണിൽ വലിയ പരിപാടിയൊന്നുമില്ല. ആദ്യം തന്നെ മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ട റോസ്റ്റും അതുപോലെ ഇടിയപ്പമാണ് കേട്ടോ. ഇടിയപ്പവും അതുപോലെ റോസ്റ്റൊക്കെ ഞാൻ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചായയും കൂടി ഇടണമായിരുന്നു. അപ്പോൾ കടിൻ ചായയാണ് കേട്ടോ ഇട്ടത്. അങ്ങനെ നേരത്തെ തന്നെ കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ വാവ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 9:30 ആയപ്പോഴാണ് കേട്ടോ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്, ഇയാൾക്ക് ജോലിക്ക് പോകേണ്ട ദിവസമാണ്. പക്ഷേ ഇന്നലെ രാത്രി തൊട്ട് ആൾക്ക് നല്ല മൈഗ്രെയിനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ ഒരുപാട് വൈകിയാണ് എണീറ്റതും. അതുകൊണ്ട് ഇയാൾക്ക് ഇന്ന് ഹാഫ് ഡേ ലീവാണ് കേട്ടോ. പിന്നെ നമ്മളുടെ ഇടിയപ്പം മുട്ട റോസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഭാവിക്ക് ഇന്നും ബ്രേക്ക്ഫാസ്റ്റായിട്ട് മുട്ട പൊരിച്ച് തന്നെയാണ്. അപ്പോൾ ആൾ എണീറ്റിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലത്തെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഞാനും കുറച്ച് സമയം ഉറങ്ങാറുണ്ട്. പക്ഷേ ഇന്ന് ഉറങ്ങാനൊന്നും നിന്നില്ല. നേരെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. വാവ എണീക്കുന്നതിന് മുമ്പേ തന്നെ ക്ലീനിങ് ഒക്കെ തീർത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. വാവയെ എണീറ്റു. ആൾക്കുള്ള ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് സാരിയാണ് കേട്ടോ ഉടുക്കുന്നത്. സാരി ഉടുക്കാൻ വലിയ പരിചയമൊന്നുമില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഐസുവിന് വേണ്ടി പട്ടുപാവാട മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ നാട്ടിൽ നിന്ന് കോട്ടയത്ത് നിന്നാണ് കേട്ടോ മേടിച്ചത്. നല്ല അടിപൊളി പട്ടുപാവാടയായിരുന്നു. അതുപോലെ എൻ്റെ ഈ സാരി കോളേജിൻ്റെ 3rd ഇയറിൻ്റെ ഓണപ്പരിപാടിക്ക് വേണ്ടി മേടിച്ചതാണ് കേട്ടോ. അന്ന് ഞാനും എൻ്റെ 4 ഫ്രണ്ട്സും കൂടി ഒരേ ടൈപ്പ് ബ്ലൗസൊക്കെ ഇടാമെന്നും പറഞ്ഞ് സ്റ്റിച്ചൊക്കെ ചെയ്യിച്ചതാണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഓണപ്പരിപാടിക്ക് വേണ്ടി. പക്ഷേ ആ ഒരു ഡേറ്റിൽ തന്നെയായിരുന്നു കേട്ടോ എൻ്റെ നിക്കാഹും. അതുകൊണ്ട് തന്നെ എനിക്ക് കോളേജിലോട്ടൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ ഫംഗ്ഷനൊക്കെ നേരത്തെ തീരുവാണെങ്കിൽ വാപ്പി കൊണ്ട് വിടാമെന്നാണ് കേട്ടോ പറഞ്ഞത്. പക്ഷേ ഫംഗ്ഷനൊക്കെ തീർന്നപ്പോൾ ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ആശ്വാസത്തിന് വേണ്ടി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാരിയാണ് കേട്ടോ 5 വർഷത്തിന് ശേഷം ഉടുക്കാൻ വേണ്ടി പോകുന്നത്. അതും യൂട്യൂബിലൊക്കെ നോക്കിയാണ് കേട്ടോ ഉടുക്കുന്നത്. പിന്നെ വാവയ്ക്കുള്ള പട്ടുപാവാടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വലുതായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നൊക്കെ കുത്തി അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഐസ് ഇട്ടിരിക്കുന്ന ഈ നെക്ലേസ് എൻ്റെ മെഹന്തി ഫംഗ്ഷന് ഞാൻ യൂസ് ചെയ്തതാണ് കേട്ടോ. അതിനുശേഷം 2 സൈഡിലായിട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പം മുല്ലപ്പൂവിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് നെറ്റിച്ചുട്ടിയൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. പിന്നെ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഓവറായിട്ട് തോന്നി. അപ്പോൾ ചെറിയ രീതിയിലുള്ള ആഘോഷമാണ് കേട്ടോ. നാട്ടിലൊക്കെ എൻ്റെ വീട്ടിലാണെങ്കിൽ നമ്മൾ സദ്യ ഉണ്ടാക്കും എല്ലാവരും ഒക്കെ ഉള്ള ടൈമിൽ. പക്ഷെ ഇപ്പോൾ ഓരോരുത്തരും ഓരോ സ്ഥലത്തായതുകൊണ്ട് എല്ലാവരും സദ്യ മേടിക്കലാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ സദ്യയൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുക കേട്ടോ ചെയ്തത്. ഇവിടെ എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസം മുമ്പേ തന്നെ നമ്മൾ ഓർഡർ ചെയ്യണം. അങ്ങനെ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ സദ്യയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഐസിനെ ഒരുക്കി കഴിഞ്ഞപ്പോൾ മുതൽ പോകാമെന്ന് പറയുന്നതാണ് കേട്ടോ. ആൾ ഒരുക്കിയൊക്കെ കഴിഞ്ഞപ്പോൾ ആൾ വിചാരിച്ച് എവിടെയൊക്കെയോ പോവാന്ന്. പിന്നെ ഒരു 12:15 ആയപ്പോൾ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. സാധാരണ 1:30 ആകുമ്പോഴാണ് നമ്മൾ ഊണ് കഴിക്കാറ്. പക്ഷെ ഇന്ന് കുറച്ച് നേരത്തെ ആയിരുന്നു. അപ്പോൾ ഒരുപാട് കറികളും 2 ടൈപ്പ് പായസവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 2 ബോക്സ് സദ്യ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ബോക്സ് സദ്യ തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും 2 നേരത്തേക്ക് കഴിക്കാനുണ്ടായിരുന്നു. സദ്യയൊക്കെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ തവണ ഓണത്തിന് മേടിച്ച അതേ സ്ഥലത്ത് നിന്നാണ് കേട്ടോ ഇത്തവണ മേടിച്ചത്. പ്രൈസും ഒരു ആവറേജ് പ്രൈസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എല്ലാം ഒന്ന് തുറന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് 2 ബോക്സിൻ്റെ കൂടെ 2 വാഴയിലാണ് കേട്ടോ തന്നത്. പക്ഷെ നമ്മളിവിടെ ഒരു വാഴയിലാണ് കേട്ടോ കഴിക്കുന്നത്. കാരണം ഒരു ബോക്സ് സദ്യ തന്നെ നമുക്ക് കൂടുതലാണ്. പിന്നെ ഇലയിലൊക്കെ ജസ്റ്റ് ഒന്ന് വെള്ളം തളിച്ചൊന്ന് തുടച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കറിയൊക്കെ ഒന്ന് വിളമ്പുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ഇതാ നമ്മൾ കറികളെല്ലാം തന്നെ വിളമ്പിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കറികളുണ്ടായിരുന്നു. ഇനി ഇത് കൂടാതെ മോരും അതുപോലെ തൈരും രസവും ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് 3 പേരും കൂടെ ഒരു ഇലയിൽ നിന്നും ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്ന പോലെ കറക്റ്റ് ഉപ്പും പുളിയും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വാവയ്ക്ക് വലിയ വിശപ്പൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ആൾ ഇതിൽ ലേറ്റ് ആയിട്ടായിക്കോട്ടെ ഊണൊക്കെ കഴിക്കാറ്. അതുകൊണ്ട് തന്നെ വലിയതായിട്ടൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ മടിയിലോട്ട് വരുന്നുമില്ല, ഞാൻ വാരി കൊടുക്കുന്ന ഒട്ടും കഴിക്കുന്നുമില്ല. പിന്നെ മിക്ക കൊടുക്കുമ്പോഴാണ് കേട്ടോ കുറച്ചെങ്കിലുമൊക്കെ കഴിക്കുന്നതും ഒക്കെ. പിന്നെ ഇതിൽ ഇഞ്ചിക്കറിയും അതുപോലെ സാമ്പാറും ആയിരുന്നു കേട്ടോ ഏറ്റവും ടേസ്റ്റ്. രണ്ടും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സാരിയൊക്കെ ഉടുത്ത് ഓണമൊക്കെ ആഘോഷിക്കുന്നതൊക്കെ. സാരി ഒന്നും ഉടുക്കാൻ വലിയതായിട്ടൊന്നും അറിയില്ല, എന്നാലും എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഉടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അത്രയൊന്നും പെർഫെക്റ്റ് ആയിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ 2 ബോക്സ് സദ്യയിൽ 1 ബോക്സ് സദ്യ നമ്മൾ ഡയറക്റ്റ് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സദ്യ തന്നെ നമുക്കിനി രാത്രി കഴിക്കാനും ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതിങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ലാസ്റ്റായിട്ട് നമ്മൾ പായസം കൂടി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ടൈപ്പ് പായസം ഉണ്ടായിരുന്നു. നമ്മൾ അടപ്രഥമനും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പരിപ്പ് പായസം ഉണ്ടായിരുന്നു. പരിപ്പ് പായസം എനിക്ക് വലിയതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ അടപ്രഥമൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ പപ്പടവും അതുപോലെ പഴവും പായസം കൂടിയൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു രീതിയിലാണ് കഴിച്ചതും. അങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. ഇക്കാക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ വലിയ താല്പര്യം ഒന്നും ഉണ്ടായിരുന്നില്ല ഫോട്ടോ എടുക്കാൻ. പിന്നെ എൻ്റെ ഒരു സന്തോഷത്തിന് നിന്ന് തന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു, ഫുഡൊക്കെ കഴിച്ചു നമ്മൾ ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഓണം സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ.